ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മിക്സ് ആൻഡ് ടേസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ കബാബുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് എല്ലാവർക്കും തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആ ഒരു രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് വെക്കുക. എങ്കിൽ ഞാനിനി അങ്ങോട്ട് ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നമ്മൾ ഈ ചിക്കൻ കബാബ് തയ്യാറാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്ത് നോക്കുക. ഇത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഇതിനേക്കാൾ ഹൈ ലെവലിൽ തയ്യാറാക്കുന്നതുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും സാധാരണ വീടുകളിൽ തയ്യാറാക്കാവുന്ന പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന രൂപത്തിലാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഒരു ചോപ്പറിലേക്ക് ഞാൻ കുറച്ച് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക്, മല്ലിയില, പുതിനയില ഇതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് വെള്ളം ഒരുപാട് പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒനിയനൊക്കെ തയ്യാറാക്കിയതിന് ശേഷം ഇങ്ങനെ ചോപ്പ് ചെയ്തതിന് ശേഷം വെള്ളം ഇതിലുണ്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ക്ലോത്തിലേക്ക് ഇത് മാറ്റിയിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് കളയണം കേട്ടോ. ഇപ്പം ഇവിടെ ഞാൻ ചിക്കൻ ഇതുപോലെ ഒരുപാട് നേരം വെള്ളം വറ്റിക്കാൻ വേണ്ടി വെച്ചിട്ട് അതിലത്തെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ കളഞ്ഞൊരു ക്ലോത്തിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തെടുത്തത്. എന്നിട്ട് അത് ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒനിയനിലുള്ള വെള്ളം കളയുന്നില്ല. അങ്ങനെ ഞാൻ വെള്ളമൊക്കെ മാറ്റി വെച്ച് ചിക്കൻ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ലെമൺ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് വലുതായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ പകുതി ജ്യൂസ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നമുക്കിതിൽ വെള്ളത്തിൻ്റെ ചെറിയൊരു കണ്ടൻറ്റ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം തന്നെ ഒരു ക്ലോത്തിലേക്ക് വെച്ചിട്ട് അതിലത്തെ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് കബാബ് തയ്യാറാക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് ആ ഒരു ലെവൽ നമുക്ക് കയ്യിലേക്കൊന്ന് ഒതുക്കി കിട്ടുന്ന രൂപത്തിൽ നമുക്ക് തയ്യാറാക്കാം. ഇപ്പം ഇതിനകത്ത് നമുക്കിതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല, കാരണം ചിക്കൻ അത്രയും നേരം ഞാൻ വെള്ളം കളയാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മളിതിവിടെ ചോപ്പ് ചെയ്തെടുത്ത് ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം. ഉപ്പൊക്കെ ചേർത്ത് പാകത്തിനല്ലേ എന്നൊക്കെ നോക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് സാധാരണ രീതിയിൽ ഇത് സ്റ്റിക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇപ്പോൾ നമുക്കത് അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് സാധാരണ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാം. എന്നാൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്കിത് ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത് കേട്ടോ. കയ്യിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പോൾ ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ കബാബിൻ്റെ മിക്സ് എടുത്തിട്ട് ഒന്ന് നീളത്തിൽ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുക. ഇതൊരു സ്റ്റിക്ക് വെച്ച് അതിനകത്താണ് നമ്മളിത് ചെയ്യേണ്ടത്. അതിന് പകരം ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. നല്ല നീളത്തിൽ ഇതതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ കബാബ് ഇവിടെ ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരുപാട് ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്യുന്നതിന് പകരം നമ്മളിത് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ അതില്ലാത്തത് കൊണ്ട് കുറച്ചൊരു പരന്നൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് അതിനകത്തേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വളരെ സ്ലോ ഫ്ലെയിമിൽ ആക്കി വെച്ചതിന് ശേഷം വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ. കാരണം ചിക്കൻ നമുക്ക് വെന്ത് കിട്ടണം. ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഓരോ ഭാഗങ്ങളും തിരിച്ചിട്ട് കൊടുത്ത് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.